ഈ പോപ്പിന് എങ്ങനെ ഈ വരം കിട്ടി എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതേസമയത്ത് മറിയയെ ദൈവത്തിൻ്റെ അമ്മയെന്ന് വിളിക്കുക, അല്ലെ സ്വർഗത്തിലെ രാജ്ഞി എന്ന് മറിയയെ വിളിച്ചിരിക്കുന്നത് മറിയാരാധനയ്ക്കുള്ള ഒരു കാരണം. അങ്ങനെയുള്ളൊരു പ്രയോഗം ബൈബിളിൽ എങ്ങുമില്ല. മറിയ മറ്റു മനുഷ്യരെ പോലെ മരിച്ച് മണ്ണടങ്ങി ഇനിയും യേശുക്രിസ്തുവിൻ്റെ വരവിങ്കൽ ഉയർത്തെഴുന്നേറ്റ് രൂപാന്തരപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകേണ്ട ഒരു മഹിളാരത്നം. അതുപോലെ തന്നെ മറ്റൊരു പ്രയോഗമാണ് മറിയയെ സഭയുടെ അമ്മ, സഭയുടെ മാതാവ് എന്നൊക്കെ വിളിക്കുന്നത്. അവിടെ ഭയങ്കര ഒരു വൈരുദ്ധ്യമുണ്ട്, രസകരമായ വൈരുദ്ധ്യമുണ്ട്. അതൊക്കെ സമ്പൂർണ്ണമായിട്ടും വചനവിരുദ്ധമാണ്. പാപികൾക്ക് വേണ്ടി മറിയ രക്ഷകയായിട്ടും അല്ലെങ്കിൽ മധ്യസ്ഥയായിട്ടും പ്രാർത്ഥിക്കാനൊന്നും ബൈബിൾ പറയുന്നില്ല. അതിപ്പം കത്തോലിക്ക സഭ തന്നെ കറക്റ്റ് ചെയ്യും. ആരാധന ദൈവത്തിന് മാത്രമേ പാടുള്ളൂ. വേറെ ആരെ ആരാധിച്ചാലും അത് വിഗ്രഹാരാധനയാണ്. അപ്പോൾ ഈ സ്തുതി എന്ന് പറഞ്ഞ് മറിയയെ, മരിച്ചു മൺമറഞ്ഞ മറിയയെ ആരാധിക്കുമ്പോൾ നമ്മൾ വിഗ്രഹാരാധന തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഹെയിൽ മേരി, ഹെയിൽ എന്നുള്ള പാട്ടും വാസ്തവത്തിൽ വചനത്തിൽ ഇല്ല. ഈ വൾഗേറ്റിൽ സ്റ്റാച്യു ഉണ്ടാക്കരുതെന്നുള്ള കമാൻഡ്മെൻറ്റ് തന്നെയുണ്ട്. ലൈഫ് ഫോക്കസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ശ്രീ ജെയിംസ് വർഗീസ് IAS ആണ് നമ്മളോട് ഒപ്പമുള്ളത്. സ്വാഗതം ചെയ്യുന്നു സർ. നമ്മൾ നേരത്തെ ചിന്തിച്ച ഒരു തുടക്കത്തിൽ നമ്മൾ പറഞ്ഞൊരാശയം മറിയയുടെ മാധ്യസ്ഥത. ഇന്ന് മറിയ ഒരു മാധ്യസ്ഥയാണ്. അതുപോലെ തന്നെ അനേക വ്യക്തികളെ, അല്ലെങ്കിൽ ചില വ്യക്തികളെയൊക്കെ മാധ്യസ്ഥന്മാരായിട്ടും പല സഭാവിഭാഗങ്ങൾ പ്രഖ്യാപിക്കാറുണ്ട്. വാസ്തവത്തിൽ ഈ മാധ്യസ്ഥതയുടെ ആശയം എങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ അങ്ങനെ മാധ്യസ്ഥതയുടെ? യേശുക്രിസ്തുവിനോട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാപ്തയായ ഒരു മധ്യസ്ഥയാണ് മറിയ എന്നുള്ള പഠിപ്പിക്കൽ കാതലിക് സഭയിൽ പണ്ടേ ഉണ്ട്. അത് അതൊരു കൽപ്പനയായിട്ട് ഒന്നും പുറപ്പെടുവിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോഴത് പലരും പറയാറുണ്ട്, അത് കൽപ്പനയായിട്ട് പുറപ്പെടുവിച്ചിട്ടില്ല, പക്ഷേ പലരും അങ്ങനെ ചെയ്തെന്നേ ഉള്ളത് ശരിയാണ്. പക്ഷേ അങ്ങനെയുള്ളൊരു സൂചന പോലും ബൈബിളിൽ നമ്മൾ കാണുന്നില്ല. അപ്പോൾ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ദുഃഖകരമാണ്. കാരണം ബൈബിളിൽ ഇല്ലാത്ത കാര്യമാണ്. ശരിയാണ്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാനാവിലെ കല്യാണത്തിനെ കുറിച്ച് വായിക്കുമ്പോൾ ഈ ഉപദേശം സ്ഥാപിക്കാനായിട്ട് അവർ പറയും, മറിയ ജനത്തോട് പറഞ്ഞു, അവനെന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മറിയ ഏറ്റവും കുറഞ്ഞത് ഇടപെട്ടല്ലോ, മധ്യസ്ഥയായല്ലോ, അതുകൊണ്ട് നമ്മളും മറിയോട് പറയണമെന്നാണ്. പക്ഷെ അന്ന് മറിയ ജീവിച്ചിരിക്കുക. മാത്രമല്ല യേശുക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ നടന്ന അത്ഭുതങ്ങളെക്കുറിച്ച് മറിയയ്ക്ക് അറിയാം. ആ ധാരണയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മറിയ, ശാരീരികമായിട്ട് ജീവിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനോട് പറഞ്ഞ നേരിട്ടുള്ള ഒരു സംഭാഷണമാണത്. അവിടെ ആ ഭാഗം എടുത്തിട്ട് മറിയ മധ്യസ്ഥയായി ഇടപെട്ടു എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ യാതൊരു ന്യായവുമില്ല. മാത്രമല്ല, നമ്മൾ 1 തീമോഥെയോസ് 2:5 ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായിട്ട് ഒരാളേ ഉള്ളൂ, അത് യേശുക്രിസ്തു തന്നെയാണ്. അപ്പോൾ യേശുക്രിസ്തു എന്നുള്ള ഏക മധ്യസ്ഥനുണ്ടെങ്കിൽ സഹമധ്യസ്ഥന്മാർക്കും അതുപോലെ ഉപമധ്യസ്ഥന്മാർക്കും ഒന്നും ഒരു സ്ഥാനവുമില്ല. മാത്രമല്ല, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം പിതാവും പുത്രന്മാരും തമ്മിലുള്ള ബന്ധം പോലെ. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ വായിക്കുന്നുണ്ട്, അവനെ കൈക്കൊണ്ട് അവൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അവകാശം കൊടുത്തു. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ദൈവമക്കളായി തീരുക. അപ്പം പിതാവ് പുത്ര സ്നേഹമാണ് നമുക്ക് ദൈവത്തോടെങ്കിൽ നമ്മുടെ ഒരു ആവശ്യം ഉന്നയിക്കാൻ നമ്മളൊരു തേർഡ് പാർട്ടിയോട് പറയുന്ന വാസ്തവത്തിൽ ദൈവത്തെ അപമാനിക്കില്ല. ഇപ്പോൾ എൻ്റെ മകന് ഫീസ് കൊടുക്കാൻ കാശ് വേണം, അവൻ ചെന്ന് അയൽവക്കക്കാരനോട് പറയുകയാണെന്ന് വിചാരിക്കുക, അപ്പയോടൊന്ന് പറയണം എൻ്റെ സ്കൂളിലേക്കുള്ള ഫീസ് തരാനായിട്ട് പറയണമെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എന്നെ അവമാനിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ല. മാത്രമല്ല, നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, നമുക്ക് കൃപാസനത്തോളം അടുത്തു ചെല്ലാനുള്ള അവകാശം ദൈവം തന്നിരിക്കുക, ദൈവസന്നിധിയിൽ ചെല്ലാനുള്ള അവകാശം നമുക്ക് ദൈവം തന്നിരിക്കുക. അപ്പോൾ നമ്മൾ ആ അവകാശം ഉന്നയിക്കാതെ, ഉപയോഗിക്കാതെ നമ്മൾ വേറൊരാളോട് ചെന്ന് ഒരു റെക്കമെൻഡേഷൻ നടത്തുക എന്ന് പറയുന്ന അനുസരണക്കേടാണ്. കൃപാസനത്തോളം വന്നുകൊള്ളുക, ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് സഹായം നൽകാമെന്ന് ദൈവം പറയുമ്പോൾ നമ്മൾ വേറൊരു ആളിനോട്, അത് മറിയയായാലും കൊള്ളാം വിശുദ്ധരായാലും കൊള്ളാം, സഹായിക്കണം, ഒന്ന് റെക്കമെൻഡ് ചെയ്യണമെന്ന് പറയുന്നത് തന്നെ ദൈവത്തെ അവഹേളിക്കുന്നതിനും അതുപോലെ
ദൈവത്തെ അവമാനിക്കുന്നതിനും തുല്യമാണ്, അത് കൽപ്പനാലംഘനവുമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു മധ്യസ്ഥനെക്കുറിച്ചുള്ളൊരു പ്രമാണം തീർച്ചയായിട്ടും ബൈബിളിലില്ല. മാത്രമല്ല ഈ മരിച്ചവരൊക്കെ സ്വസ്ഥതയിലാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ ബൈബിളിൽ തന്നെ വായിക്കുന്നുണ്ട്. മരിച്ചവരും മൗനതയിലിരിക്കുന്നവരും എന്നെ സ്തുതിക്കുന്നില്ല എന്നൊരു വാക്യം തന്നെ നമ്മൾ സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അവർ ദൈവത്തിൻ്റെ മുഖം കണ്ട് സന്തോഷിച്ചിരിക്കുകയാണ്, അല്ലാതെ ഈ ഭൂമിയിലെ ഓരോ ഇടപാടുകളും കണ്ടിട്ട് ദൈവത്തോട് റെക്കമെൻഡ് ചെയ്യുന്ന പരിപാടിയൊന്നും അവർക്കുള്ളതായിട്ട് ബൈബിള് പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് മധ്യസ്ഥരായിട്ട് വേറൊരു മനുഷ്യനെ കാണുന്നത് വാസ്തവത്തിൽ യേശുക്രിസ്തുവിൻ്റെ കഴിവിലുള്ള വിശ്വാസക്കുറവിൻ്റെ ഒരു നിദർശനമായിട്ടേ ഇരിക്കുന്നുള്ളൂ, അല്ലാതെ അത് ഒരു ബൈബിളിക ഉപദേശമായിട്ട് കരുതാൻ കഴിയുകയില്ല. മറ്റൊരു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം തന്നെയാണെങ്കിലും അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വന്നില്ല. അതായത് സഹരക്ഷക, മധ്യസ്ഥത എന്നുള്ളത് പോലെ തന്നെ സഹരക്ഷക എന്നുള്ളൊരു പദം ഈ ദിവസങ്ങളിൽ മീഡിയയിലെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. സഹരക്ഷക എന്നൊരു സ്ഥാനം മറിയയ്ക്ക് നൽകേണ്ടതില്ല എന്ന് പോപ്പ് പറയുക. അപ്പം അത് നേരത്തെ അങ്ങനെ രക്ഷയ്ക്ക് യേശുക്രിസ്തുവും മറിയയും രണ്ടുപേരോട് ചേർന്നുള്ളൊരു പ്രോഗ്രാമായിട്ടാണോ ഒരു കാലത്ത് വിശ്വസിച്ചിരുന്നത്? അതെങ്ങനെ സാധ്യമാവും? ബൈബിൾ അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഭാഷയിൽ സഹ അല്ലെങ്കിൽ കോ എന്നുള്ള പദത്തിന് പ്രത്യേക അർത്ഥമുണ്ട്. കോ റെഡീമർ, സഹ രക്ഷക എന്ന് പറഞ്ഞാൽ ജോയിൻ റെഡീമർ അല്ലെ ടുഗദർ റെഡീമിങ് എന്നുള്ള അർത്ഥമാണ്. അത് സമ്പൂർണ്ണമായിട്ടും ബൈബിൾ വിരുദ്ധമാണ്. ഇപ്പോൾ അത് ഏകദേശം മനസ്സിലായതുകൊണ്ടാണ് കത്തോലിക്ക സഭ ഈ തിരുത്തലിന് പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് യേശുക്രിസ്തുവിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാളെ ആവശ്യമുണ്ടായിരുന്നു തൻ്റെ രക്ഷാദൗത്യത്തിൽ, അല്ലെങ്കിൽ ചിലരെ ആവശ്യമുണ്ട്, വിശുദ്ധന്മാർ ചിലരെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ മറിയയെ ആവശ്യമുണ്ട് എന്നൊക്കെ പറയുന്നത് ബൈബിളിനെ അണ്ടർമൈൻ ചെയ്യുന്ന, ബൈബിളിൻ്റെ അടിവേറിറക്കുന്ന ഉപദേശമാണ്. അത് ഒരിക്കലും ഒട്ടും സ്വീകാര്യമല്ല. ഗലാത്യ ലേഖനം മുഴുവനും ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, മറ്റു പല ഭാഗങ്ങളുമുണ്ട്. ഗലാത്യ ലേഖനത്തിൽ പറയുന്നത് അവർ നാളുകളും ആണ്ടുകളും മാസങ്ങളും നാളുകളും ഒക്കെ ആചരിച്ചാൽ അവർക്ക് വേണ്ടി പൗലോസ് അപ്പോസ്തലന് ചെലവിട്ട സമയം വ്യർത്ഥമായി പോയി എന്നാണ്. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിലെ ചില പ്രമാണങ്ങളും കൂടെ വിശ്വാസത്തോടൊപ്പം രക്ഷയ്ക്ക് ആവശ്യമാണെന്ന് വന്നാൽ അങ്ങനെ പറ്റത്തില്ല, അവർ രക്ഷിക്കപ്പെട്ടവരല്ല എന്ന് കരുതേണ്ടി വരുമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. യേശുക്രിസ്തു സർവശക്തനായ ദൈവമാണ്. യേശുക്രിസ്തു ചെയ്യുന്ന കാര്യങ്ങൾ സർവ്വസമ്പൂർണ്ണമാണ്. അതിന് ഒരു കുറവ് തീർക്കത്തക്ക വിധത്തിൽ അല്ലെങ്കിൽ ഒരു സഹായമേകത്തക്ക വിധത്തിൽ മറ്റാർക്കെങ്കിലും ഒരു കൃത്യം നിർവഹിപ്പാൻ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. അങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ, എനിക്ക് രക്ഷിക്കപ്പെടണമെങ്കിൽ വേറൊരാളുടെ സഹായം കൂടെ വേണം എന്ന് പറയുകയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രക്ഷാപദ്ധതി പൂർണ്ണമല്ല എന്ന് വരും. മറിച്ച് ഈ വചനത്തിൽ ഇത് വായിച്ചു മനസ്സിലാക്കി അല്ലെ കേട്ടു മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നേരിട്ട് ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതാണ് ബൈബിളിൻ്റെ പ്രമാണം. അപ്പം വേറൊരു സഹായിക, രക്ഷാസഹായിക അല്ലെ സഹരക്ഷക വരാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ വന്നാൽ ഈ സുവിശേഷത്തിൻ്റെ മുഴുവൻ അർത്ഥം നഷ്ടപ്പെടും. അപ്പോഴാണ് നമ്മൾ ഓർക്കേണ്ടത്, ഒരു മാർപ്പാപ്പ തന്നെ 7 പ്രാവശ്യം ഈ രക്ഷകയെക്കുറിച്ച് പറഞ്ഞു എന്ന്. അത് നമുക്കങ്ങ് തള്ളിക്കളയാനും പറ്റത്തില്ല. മാർപ്പാപ്പ പത്രോസിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന വളരെ ഉത്തരവാദിത്വപ്പെട്ട ഒരാളാണെന്നാണ് കത്തോലിക്ക വിശ്വാസികൾ പറയുന്നത്. മാത്രമല്ല അവർക്ക് തെറ്റാവരവും ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ശരിയാ, കത്തോലിക്ക ഉപദേശം അനുസരിച്ച് മാർപ്പാപ്പ പറയുന്നതിലല്ല തെറ്റാവരം, മാർപ്പാപ്പയുടെ കൽപ്പനകളില്ല, അത് സമ്മതിക്കാം. എന്നു പറഞ്ഞാലും മാർപ്പാപ്പയെ പോലെ തെറ്റാവരം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾ മറിയയെ രക്ഷകയാക്കി ബൈബിളിലെ രക്ഷാശാസ്ത്രത്തെ മുഴുവൻ തെറ്റായിട്ട് ചിത്രീകരിക്കുന്ന അവസ്ഥ അനേകരെ വഴിതെറ്റാനിടയാകും എന്നുള്ളതിലൊരു സംശയവുമില്ല. കത്തോലിക്ക സഭ ഇപ്പോഴെങ്കിലും ഈ സത്യം അംഗീകരിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളവരെ പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതിൽ സംശയമില്ല. ഇപ്പോൾ സാറ് പറയുന്ന ബൈബിളിലും ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല, ചരിത്രത്തിലും കാണുവാൻ സാധിക്കുന്നില്ല. എങ്ങനെയാണ് ഇങ്ങനത്തെ ഉപദേശങ്ങളൊക്കെ ഉടലെടുക്കുന്നത്? ശരിയാണ്, നമ്മൾ ചർച്ച ചെയ്ത ഈ ഉപദേശങ്ങളൊന്നും തന്നെ ബൈബിളിൽ എങ്ങും നമ്മൾ കാണില്ല. ബൈബിളിൽ ഒരു അടിസ്ഥാനവുമില്ല, ചരിത്രപരമായിട്ടും വസ്തുതകളൊന്നുമില്ല. ഇപ്പം മറിയെ ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ അതിന് ചരിത്രപരമായിട്ടുള്ള തെളിവ് കാണേണ്ടതായിരുന്നു.
അപ്പോൾ ഇങ്ങനെയുള്ള തെളിവുകളൊന്നും ഇല്ലാതിരുന്നിട്ടും ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ എങ്ങനെ രൂപീകരിക്കപ്പെട്ടു എന്നുള്ളത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. 2 പ്രധാന കാര്യങ്ങൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം. ഒന്ന്, പത്രോസ് അപ്പോസ്തലന് റോമയിൽ പോയിട്ട് റോമയിൽ പോപ്പായി മാറിയെന്നും അങ്ങനെ അഖില ലോക സഭയ്ക്കുള്ള ഒരു ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് റോം മാറിയെന്നും പത്രോസ് അപ്പോസ്തലൻ അതിലെ ആദ്യത്തെ പോപ്പായി എന്നുമൊക്കെയുള്ള ഒരു പഠിപ്പിക്കൽ കത്തോലിക്ക സഭയ്ക്കുണ്ട്. രണ്ടാമത്തെ പഠിപ്പിക്കൽ ചില കൗൺസിലുകളൊക്കെ കൂടി എടുക്കുന്ന തീരുമാനങ്ങൾ ഫൈനലാണ്. അതിന് ബൈബിളിനോളം തന്നെ പ്രാധാന്യമുണ്ട്. പാരമ്പര്യമായിട്ട് അവർ കിട്ടിയ അറിവിൽ നിന്നൊക്കെ എടുത്ത തീരുമാനങ്ങളാണ്. അതിന് ബൈബിളോളം പ്രാധാന്യമുണ്ട് എന്നൊരു പഠിപ്പിക്കുകയുണ്ട്. അപ്പോൾ അവരുടെ പഠിപ്പിക്കലിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നത് സാധാരണ ഏറ്റവും ഇൻഫാലിബിളായിട്ടുള്ള ആൾ പോപ്പാണ്. പോപ്പിന് തെറ്റാവരമുണ്ട്. പക്ഷേ പോപ്പിൻ്റെ ആ തെറ്റാവരത്തെ അവരിടയ്ക്കൊന്ന് ക്വാളിഫൈ ചെയ്യും. കാരണം പോപ്പുമാർ പലപ്പോഴും പോപ്പുമാരെക്കുറിച്ചുള്ള പല വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ചിലയിടത്തൊക്കെ പോപ്പുമാരെടുത്ത തീരുമാനങ്ങളെക്കുറിച്ച് പിന്നീട് പോപ്പുമാർക്ക് ക്ഷമ പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ പലപ്പോഴും ഇൻഫാലിബിലിറ്റി അല്ലെങ്കിൽ തെറ്റിക്കൂടാവരം അവർക്ക് പലപ്പോഴും ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വ്യക്തികൾക്കല്ല, അവർ പഠിപ്പിക്കുന്ന ഉപദേശങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ കൽപ്പനയ്ക്കാണ് തെറ്റാവരം എന്നൊരു പഠിപ്പിക്കൽ അവർ പറഞ്ഞ് ആണ് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഈ പോപ്പിന് എങ്ങനെ ഈ വരം കിട്ടി എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിലാണ്, ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇവർ പഠിപ്പിക്കുന്നത്. പത്രോസ് റോമിലേക്ക് പോയി അവിടുത്തെ പോപ്പായി, അങ്ങനെ അഖില ലോക സഭയുടെ പോപ്പായിട്ട് പത്രോസ് മാറി. മാത്രമല്ല പത്രോസ് അടുത്ത പോപ്പിനെ വാഴിച്ചു, അല്ലെങ്കിൽ കൈവയ്പ് ശുശ്രൂഷയെക്കുറിച്ച് അവർ പറയും. അങ്ങനെ പത്രോസ് അടുത്ത ആളിന് അധികാരം കൈമാറി. അങ്ങനെ പത്രോസിൻ്റെ അധികാരം ഇന്നുള്ള പോപ്പിൽ എത്തി നിൽക്കുന്നു എന്നാണ് ഇവർ പലപ്പോഴും പഠിപ്പിക്കുന്നത്. പക്ഷേ ഇതിന് വചനാനുസരണം യാതൊരു തെളിവുമില്ല. ചരിത്രപരമായിട്ടും പത്രോസ് റോമിൽ പോയി പോപ്പായി എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. പത്രോസ് റോമിൽ പോയിട്ട് പല സഭകളെ ചേർത്തൊരു ഫെഡറേഷൻ്റെ, ഒരു സംയുക്ത സഭയുടെ പോപ്പായി എന്ന് വിശ്വസിക്കാൻ യാതൊരു തെളിവുമില്ല. നേരെ തിരിച്ച് പത്രോസ് അതിന് നേരെ എതിര് പറഞ്ഞിട്ടുമുണ്ട്. പത്രോസ് ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്താൻ പാടില്ല എന്ന് 1 പത്രോസ് 5-ാം അധ്യായത്തിൽ പത്രോസ് തന്നെ ലേഖനം എഴുതിയപ്പം പറഞ്ഞിട്ടുണ്ട്. ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്ന ഒരു വ്യവസ്ഥിതി, ഒരു പേപ്പൽ അഡ്മിനിസ്ട്രേറ്റീവ് ഹയറാർക്കി അല്ലെങ്കിൽ പോപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം ബൈബിളിൽ വിഭാവനം ചെയ്തിട്ടില്ല, അന്യമാണ്. അങ്ങനെ ഒരു വ്യവസ്ഥിതി ഒരു കാലത്തും നിലവിൽ വന്നിട്ടില്ല. മാത്രമല്ല പത്രോസ് റോമിൽ പോയി പോപ്പായി എന്നുള്ളതിന് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. ഒരു പക്ഷേ പത്രോസ് റോമിൽ പോയിട്ടുണ്ടായിരിക്കാം. ചില ആദ്യപിതാക്കന്മാർ വിശ്വസിക്കുന്ന പോലെ പത്രോസ് റോമിൽ പോയപ്പോഴായിരിക്കും പത്രോസിനെ പിടിച്ച് ക്രൂശിച്ചതെന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. എന്നാൽ പത്രോസ് റോമിൽ പോയി പോപ്പായി എന്നൊന്നും ചിന്തിക്കാനായിട്ട് ചരിത്രപരമായിട്ടോ ബൈബിൾ സംബന്ധിച്ചോ യാതൊരു തെളിവുമില്ല. മാത്രമല്ല ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോഴും പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്, പത്രോസിനെ യഹൂദന്മാരുടെ അപ്പോസ്തലനായിട്ടും പൗലോസിനെ ജാതികളുടെ അപ്പോസ്തലനായിട്ടും ദൈവം നിയമിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് ദൈവവചനമാണ്. അങ്ങനെയാണെങ്കിൽ ജാതികളുടെ ഒരു കേന്ദ്രമായ റോമയിൽ പോയി പത്രോസ് പോപ്പായി എന്നൊക്കെ വിശ്വസിക്കാനായിട്ട് യാതൊരു അടിസ്ഥാനവുമില്ല. മറിച്ച് പത്രോസ് യഹൂദന്മാരുടെ പരിച്ഛേദനക്കാരുടെ അപ്പോസ്തലനായിട്ടാണ് ജീവിച്ചത് എന്ന് തന്നെ വേണം നമ്മൾ ചിന്തിക്കാൻ. ശരിയാ, പത്രോസ് മറ്റ് ചില സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ താൻ അടിസ്ഥാനപരമായിട്ട് പരിച്ഛേദനക്കാരുടെ ഒരു അപ്പോസ്തലനായിട്ടാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് പത്രോസ് അങ്ങോട്ടേക്ക് പോയി ബിഷപ്പായി പോപ്പായി എന്നുള്ള ചിന്തയ്ക്ക് ഒരു സ്ഥാനമില്ല. മാത്രമല്ല ഈ ബിഷപ്പ് എന്നുള്ള പദത്തിന് എന്താ അർത്ഥം? അത് ഒരു സ്ഥലം സഭയുടെ ഒരു മൂപ്പൻ അല്ലെങ്കിൽ പാസ്റ്റർ, അതാണ് ബിഷപ്പ്, എൽഡർ എന്നൊക്കെ പറയുന്നവർ. അതായത് ഒന്നിലധികം സഭകളെ ഒന്നിച്ച് ചേർത്ത് ഈ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ എല്ലാം കൂടെ ഫെഡറേറ്റ് ചെയ്ത് ഒരു ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്കി അതിനൊരു കേന്ദ്ര കോപ്പറേറ്റീവ് സൊസൈറ്റി പോലെ ആക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് ബൈബിൾ സംസാരിക്കുന്നേ ഇല്ല. എല്ലാ സ്ഥലം സഭകളും സ്വതന്ത്രമാണ്. അവയ്ക്കൊക്കെ മൂപ്പന്മാരല്ലെങ്കിൽ എൽഡേഴ്സും അതുപോലെ അല്ലെ ബിഷപ്പ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ പാസ്റ്റർ എന്നറിയപ്പെടുന്ന നേതൃത്വം ഉള്ളതായിട്ട് തന്നെയാണ് ബൈബിളിൽ കാണുന്നത്. അപ്പം അങ്ങനെ
പത്രോസ് അവിടെ പോയി എല്ലാ സഭകളെയും കൂടെ ചേർത്ത് ഒരു സിംഹാസനം സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കാൻ ബൈബിൾ അനുവദിക്കുന്നേയില്ല. അത് ബൈബിളിന് തീർത്തും എതിരായിട്ടുള്ള ഉപദേശമാണ്. മാത്രമല്ല ഈ കൈവെപ്പ് വഴി അടിസ്ഥാനങ്ങൾ കൈമാറുന്ന ഒരു വ്യവസ്ഥയെക്കുറിച്ച് ബൈബിളിലെങ്ങും പറയുന്നില്ല. ഇതുമല്ലെങ്കിൽ മറ്റൊരു ഗൗരവമായിട്ടുള്ള കാര്യം കൂടെ നമ്മൾ പരിഗണിക്കണം. എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും പറയുന്ന അടിസ്ഥാനമായിട്ടാണ് സഭയുടെ അടിസ്ഥാനം എപ്പോഴാണ് ഇടുന്നേ? ആരംഭത്തിലാണ്. നമ്മളിപ്പോൾ ഒരു 3 നില കെട്ടിടം ഇട്ടാൽ 3 നിലയിലും അടിസ്ഥാനം ഇടുമോ? ഇല്ല. അടിസ്ഥാനം ആദ്യമാണ്, അതിൻ്റെ മേലാണ് ബാക്കി പണി നടത്തുന്നത് എന്ന് പറഞ്ഞതുപോലെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സഭയുടെ അടിസ്ഥാന പണിയാണ്. അവരുടെ ശുശ്രൂഷയുടെ ആവശ്യം അവർ എഴുതിയ എഴുത്തുകളിലൂടെ മാത്രമേ ഉള്ളൂ, അവർ തന്ന വചനങ്ങളിലൂടെ ഉള്ളൂ. അല്ലാതെ കൈവെപ്പിലൂടെ അത് കൈമാറി ഒരു റിലേ റേസിൽ ബാറ്റൺ കൈമാറുന്നത് പോലെ കൈമാറി അടുത്ത തലമുറയ്ക്കോ അല്ലെങ്കിൽ അനേക തലമുറകൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വ്യവസ്ഥിതിയില്ല. അപ്പോസ്തോലിക ശുശ്രൂഷ 1-ാം നൂറ്റാണ്ടിൽ തന്നെ അവസാനിച്ചു. കാരണം അവർ ഫൗണ്ടേഷണൽ വർക്കാണ്, സഭയുടെ അടിസ്ഥാന വർക്കാണ്. ഇപ്പം 100 നില കെട്ടിടങ്ങളൊക്കെ ഉണ്ട്, എല്ലാ 10 നിലയ്ക്കും ഒരടിസ്ഥാനം ഇടുക എന്നൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അപ്പം ഇനിയും അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും ശുശ്രൂഷയില്ല, അത് കഴിഞ്ഞിരിക്കുന്നു. അത് അടിസ്ഥാന പ്രവർത്തനമാണ്. അതുകൊണ്ട് ഇനി അവരെഴുതിയ വചനം, അന്നത്തെ അവരുടെ ശുശ്രൂഷയായിരുന്നു വചനം രേഖപ്പെടുത്തി തരിക എന്നുള്ളത്, അത് ചെയ്തതോടുകൂടെ അവരുടെ ശുശ്രൂഷ കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയും പോപ്പ് പത്രോസ് അപ്പോസ്തലൻ്റെ പിൻഗാമിയാണ്, കൈവപ്പുണ്ട് എന്നൊന്നും പറഞ്ഞ് അങ്ങനെയൊരു അപ്പോസ്തോലിക ഭരണക്രമം സഭയിൽ ഇന്നുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അത് ബൈബിൾ വിരുദ്ധമാണ് എന്നുള്ളതിന് സംശയമില്ല. മാത്രമല്ല നമ്മൾ ഒന്നുകൂടെ ആലോചിച്ചാൽ ഇന്നും അപ്പോസ്തോലിക ശുശ്രൂഷ ഉണ്ടെങ്കിൽ പുതിയ വചനങ്ങൾ രേഖപ്പെടുത്തി തരേണ്ടതാണ്. അങ്ങനൊരു വ്യവസ്ഥിതി നമ്മൾ കാണുന്നില്ല. വചനം പൂർത്തീകരിക്കപ്പെട്ടു എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വെളിപ്പാട് ദിവസം അവസാനിക്കുന്നത് തന്നെ ഇതിൻ്റെ കൂടെ ആരെങ്കിലും ചേർത്താൽ അവന് ശാപം കിട്ടും എന്നും പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇനി തിരുവചനം എഴുതി ചേർക്കപ്പെടാനായിട്ട് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പത്രോസിൻ്റെ അധികാരം ഇന്ന് ലഭിച്ചു എന്നൊക്കെ പറയുന്നത് ശരിയല്ല. ഈ സ്വതന്ത്ര സ്ഥലം സഭകളെന്നുള്ളതായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ വ്യവസ്ഥിതി. ഇതല്ലാതെ ഇതിന് മുകളിലുള്ള ഒരു ക്രമീകരണം 1-ാം നൂറ്റാണ്ടിലില്ലായിരുന്നു. പിന്നീട് 3-ാം നൂറ്റാണ്ട് തൊട്ട് ഈ ഇടവകകൾ ആരംഭിച്ചു. അത് കത്തോലിക്ക സഭ ആരംഭിച്ചതാണ്. ആ ഇടവകകൾ വന്നപ്പോഴാണ് സ്ഥലം സഭകളെക്കാളും വലിയതായ ഒരു സഭാ സംവിധാനം നിലവിൽ വന്നത്. അത് ബൈബിളികമല്ല, അത് അന്നത്തെ മനുഷ്യർ അവരുടെ സൗകര്യത്തിന് തീരുമാനിച്ചതാണ്. എന്നിട്ട് ഒരു സഭയ്ക്ക് ഒരു കെട്ടിടമൊക്കെ പണിത് അങ്ങനെ ഒരു ഇടവക കൺസെപ്റ്റ്, അത് ബൈബിളിൽ നമ്മളെങ്ങും കാണുന്നില്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇന്നീ പറയുന്ന പോലെ ഒരു അപ്പോസ്തോലിക പ്രതിനിധി ലോകത്തെ എല്ലാ സഭകളെയും ഒരുമിച്ച് ചേർത്ത് ഭരിക്കുന്ന ഒരു സംവിധാനം ബൈബിളിലില്ല. രണ്ടാമത്തെ ആസ്പെക്റ്റിലേക്ക് പോയാൽ സഭയ്ക്ക് സർവ്വലൗകികമായിട്ട് അല്ലെങ്കിൽ സാർവത്രികമായിട്ട് ഇതിനെല്ലാം കൂടെ ക്രമീകരിച്ചിട്ട് ചില കൗൺസിലുകളും ചില മജിസ്റ്റീരിയങ്ങളും അതുപോലുള്ള ചില സംവിധാനങ്ങളുമൊക്കെ ബൈബിള് വിഭാവനം ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ഇതിനെല്ലാം അടിസ്ഥാനമായിട്ട് ഇവർ പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ അന്ന് അവിടെ ഉള്ള ഒരു ഡിസ്പ്യൂട്ട് തീർക്കാനായിട്ട് അവിടെ കുറേ പേര് കൂടുന്നത് കാണുന്നുണ്ട്. അതിനെ പല ബൈബിളുകളിലും പ്രൊട്ടസ്റ്റൻസ് ഉപയോഗിക്കുന്ന ബൈബിളുകളിൽ പോലും അതിനെ സഭാ കൗൺസിൽ എന്നാണ് വിളിക്കുന്നത്. സുന്നഹദോസ് എന്നുള്ള അർത്ഥത്തിലാണ് വിളിക്കുന്നത്. പക്ഷേ നമ്മൾ അത് കൂലങ്കഷമായിട്ട് പരിശോധിച്ചാൽ ഈ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ കാണുന്ന ആ കൗൺസിൽ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരാഗമാന കൗൺസിലായിരുന്നില്ല. അന്നുണ്ടായിരുന്ന സഭകളെ എല്ലാം പ്രതിനിധീകരിച്ച് അവരുടെ എല്ലാം പ്രതിനിധികൾ ഒന്നിച്ചു കൂടിയിട്ട് അവർക്കെല്ലാം വേണ്ടി എടുത്ത ഒരു സഭയായിരുന്നില്ല, ഒരു കൗൺസിലായിരുന്നില്ല അന്ന് കൂടിയത്. മറിച്ച് യഹൂദയിൽ നിന്ന് ഒരു കൂട്ടർ, യഹൂദ സഭകളിൽ നിന്നൊരു കൂട്ടർ അന്ത്യോക്യ സഭയിൽ ചെന്നിട്ട് രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, യഹൂദ പാരമ്പര്യം അനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യണം, പ്രത്യേകിച്ച് പരിച്ഛേദന എന്ന് പഠിപ്പിച്ചു. നമ്മൾ ആ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ അത് വായിക്കുമ്പം തന്നെ നമുക്കറിയാം, ഞങ്ങളുടെ ഇടയിൽ നിന്ന് ചിലർ നിങ്ങളുടെ അടുക്കേക്ക് വന്ന് 15-ന്റെ 23 മറ്റോ നിങ്ങളെ ഇങ്ങനെ പറഞ്ഞ് ഭ്രമിപ്പിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി, അതുകൊണ്ടാണ് ഇത് എഴുതുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ യെരുശലേം ചർച്ചിലുള്ള ചിലർ അന്ത്യോക്യ സഭയിൽ ചെന്ന് ബൈബിളിലില്ലാത്ത ചില ഉപദേശങ്ങൾ പറഞ്ഞു. അതിൻ്റെ പേരിൽ പൗലോസ് അപ്പോസ്തലനെ അന്ത്യോക്യ സഭയിലെ ചിലരെയും പ്രതിനിധികളായിട്ട്
യെരുശലേം സഭയിലേക്ക് അയച്ച് അന്ന് അവിടെ ചർച്ച നടത്തുന്നതാണ് ഈ 15 അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ആ കൂടിവരവ്. അത് ഒരു സഭാ കൗൺസിലേ അല്ല, മറിച്ച് ഒരു സഭയിൽ നിന്നുള്ളവർ മറ്റേ സഭയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ആ രണ്ടാമത്തെ സഭക്കാർ അവരുടെ പ്രതിനിധികളെ അയച്ച് ഒന്നാമത്തെ സഭയിൽ ആ കാര്യം അറിയിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല മറ്റ് അപ്പോസ്തലന്മാരെല്ലാം അന്ന് യെരുശലേം സഭയുടെ അംഗങ്ങളാണ്. അപ്പം അവർക്ക് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം. പൗലോസ് അപ്പോസ്തലനാണ് മറ്റൊരാൾ. പൗലോസ് അപ്പോസ്തലൻ ഒഴികെയുള്ള അപ്പോസ്തലന്മാരെല്ലാം അന്ന് യെരുശലേം സഭയിലുണ്ട്. പൗലോസ് അപ്പോസ്തലന് അന്ത്യോക്യ സഭയിലുള്ള പ്രതിനിധികളോടൊപ്പം ഉണ്ട്. അപ്പം ഈ അപ്പോസ്തലന്മാരെല്ലാമുള്ള യെരുശലേം സഭയിൽ ഈ കാര്യത്തെക്കുറിച്ച് അറിയിച്ചാൽ ഇതിൻ്റെ കൃത്യം തീരുമാനം കിട്ടുമെന്നുള്ള ഉറപ്പും അവർക്കുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഇത് 2 സഭകളുള്ള തമ്മിലുള്ള പ്രശ്നപരിഹാരത്തിനുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു, അല്ലാതെ ആഗമാന സഭയ്ക്കുള്ള ഒരു മീറ്റിംഗ് അല്ലായിരുന്നു. വാസ്തവത്തിൽ അന്ന് വേറെ ഒരു 10-12 സഭകളുടെ പേര് അന്ന് നിലവിലുള്ളതിൻ്റെ പേര് ബൈബിളിലുണ്ട്. തെസ്സലോനിക്ക സഭയുണ്ട്, അതുപോലെ ഗലാത്യ സഭകളുണ്ട്, അനേക സഭകൾ അന്ന് നിലവിലുണ്ട്. അതിനോടകം തന്നെ നിലവിൽ വന്നു കഴിഞ്ഞു. മാത്രമല്ല ശമരിയിലൊക്കെ സഭയായിട്ടുണ്ട്. അനേക സഭകൾ അന്ന് നിലവിൽ വന്നു. ഈ സഭകളുടെ ഒന്നും പ്രതിനിധികൾ വിടില്ല. ഒരു കൗൺസിലാണെങ്കിൽ എന്താ ഇന്നൊരു കൗൺസിൽ എന്ന് പറഞ്ഞാൽ എല്ലാ സഭകളുടെയും പ്രതിനിധികളുള്ള ഒരു സമ്മേളനം. അങ്ങനെയുള്ള പ്രതിനിധികളെ ഒന്നും നമ്മൾ കാണുന്നില്ല. മാത്രമല്ല 23-ാം വാക്യത്തിലേക്കൊക്കെ വരും, 15-ൻ്റെ അപ്പോസ്തല പ്രവൃത്തി 15-ൻ്റെ 23-ാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ ഇവർ ഈ കത്തെഴുതുന്നത് ഈ പ്രശ്നമുള്ള 2-3 സഭകൾക്കാണ്. ലോകത്തിലെ ആഗമന സഭകൾക്കെല്ലാമായിട്ടല്ല കത്തെഴുതുന്നത്. പ്രത്യേകമായിട്ട് ഇവർ ചെന്ന് തെറ്റ് പഠിപ്പിച്ച സഭകൾക്ക് മാത്രമാണ് എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയൊരു യെരുശലേം കൗൺസിൽ എന്നൊരു കൗൺസിൽ ഇല്ലായിരുന്നു അന്ന്. അവിടുത്തെ ഒരു ലോക്കൽ പ്രശ്നം, അതായത് അന്ത്യോക്യ സഭയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയതിൻ്റെ വെളിച്ചത്തിൽ അവിടുത്തെ ഒരു കൂട്ടർ യെരുശലേം സഭയിലേക്ക് കൂടി വന്നതാണ്. ഈ മീറ്റിങ്ങിൽ തന്നെ ആകപ്പാടെ യെരുശലേം സഭയിലെ മൂപ്പന്മാരും അപ്പോസ്തലന്മാരും ഈ അന്ത്യോക്യ സഭയെ പ്രതിനിധീകരിച്ച് വന്ന 3-4 പേരും എല്ലാം കൂടെ ഉള്ളായിരുന്നു. അവരുടെ ഒരു മീറ്റിംഗ് ആയിരുന്നു. വാസ്തവത്തിൽ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ആളുകളെ തിരുത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു മീറ്റിംഗ് മാത്രമാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് പിന്നെ അനേക സുന്നതദോസുകളെക്കുറിച്ചൊക്കെ ഇവർ പറയുന്നത്. ഈ അടുത്ത കാലത്തും ഒക്കെ ഇതുപോലുള്ള കൗൺസിലുകൾ കൂടുന്നുണ്ട്. ഇല്ല, അങ്ങനെയുള്ള കൗൺസിലിനൊന്നും ഒരു പ്രാധാന്യവുമില്ല. ബൈബിളിൽ ഒരു മനുഷ്യന് ന്യായമായിട്ട് ജീവിക്കാനുള്ളതെല്ലാം എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും പ്രത്യേകിച്ച് വിശദീകരണത്തിൻ്റെ യാതൊരു ആവശ്യവുമില്ല. ഇനിയും ആകെ ചെയ്യാവുന്നത് ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് വ്യാഖ്യാനിച്ചു കൊടുക്കാം. ബൈബിളിലെ ഒരു വാക്യത്തിൻ്റെ അർത്ഥം വേറൊരാൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് വ്യാഖ്യാനിച്ചു കൊടുക്കാം. അന്ന് അവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് പറയാം. അതിനപ്പുറമായിട്ടുള്ള ഒരു ശുശ്രൂഷ ഈ കാലത്തില്ല. ഈ കാലത്ത് പാരമ്പര്യത്തിനും അല്ലെങ്കിൽ സഭയുടെ നേതൃത്വം പഠിപ്പിക്കുന്ന മജിസ്റ്റീരിയമാകട്ടെ, കൗൺസിലാകട്ടെ, അല്ലെങ്കിൽ പോപ്പാകട്ടെ, ആരും പഠിപ്പിക്കുന്ന ഒരു പഠിപ്പിക്കലിനും ഒരു പ്രാധാന്യവുമില്ല. മാത്രമല്ല ഈ പോപ്പുമാരെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ രസകരമായ ചരിത്രമുണ്ട്. ഒരേ സമയം 3 പോപ്പുമാരുണ്ടായിരുന്ന കാലമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിലേത് പോപ്പ് വഴിയാണ് കൈവെപ്പ് വന്നത്? അതുപോലെ ഭയങ്കര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട പോപ്പുമാരെക്കുറിച്ചുള്ള ചരിത്രങ്ങളുണ്ട്. പോപ്പുമാരെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ അടങ്ങിയ ചില പ്രസിദ്ധീകരണങ്ങൾ തന്നെയുണ്ട്. ഞെട്ടിപ്പിക്കുന്ന പല ചരിത്രങ്ങളുമുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ തെറ്റാവരം ഉണ്ടായിരുന്നെന്നും പത്രോസിൻ്റെ കൈവെപ്പിലൂടെ അധികാരം ലഭിച്ചിരുന്നു എന്നൊന്നും വിശ്വസിക്കാനായിട്ട് സാധിക്കത്തില്ല. മറിച്ച് ബൈബിളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അതിനാണ് പ്രാമുഖ്യം, അതിനാണ് പ്രാധാന്യം. നമുക്ക് നമ്മുടെ ഭരണരീതിയിൽ നിന്ന് അതിന് വേണമെങ്കിൽ ഒരു ഉദാഹരണം എടുക്കാം. നമുക്കൊരു ഭരണഘടനയുണ്ട്. ഇനിയും ഉണ്ടാക്കുന്ന നിയമങ്ങളെല്ലാം ഭരണഘടനയ്ക്ക് അനുസരിച്ചേ പറ്റൂ. അതിന് വിരുദ്ധമായിട്ട് ഒരാശയവും അടങ്ങുന്ന ഒരു നിയമത്തിനും വിലയില്ല. എങ്ങനെ നിയമം ഉണ്ടാക്കിയാൽ അത് കോടതികൾ തട്ടിക്കളയുകയും ചെയ്യും. എന്ന് പറഞ്ഞതുപോലെ ബൈബിളിനെതിരായിട്ടുള്ള, ബൈബിളിന് വിരുദ്ധമായിട്ടുള്ള, ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഉപദേശം ഉണ്ടാക്കാൻ ഇന്ന് ആർക്കും, പോപ്പിനുമില്ല, മജിസ്റ്റീരിയത്തിനുമില്ല, ആർക്കുമില്ല, പാസ്റ്റർക്കുമില്ല, എൽഡർക്കുമില്ല, ലോകത്തിൽ ആർക്കുമില്ല. ഈ ബൈബിളിലുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഇന്ന് കരണീയമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ കത്തോലിക്ക സഭയിൽ നമ്മൾ സാധാരണ മറിയത്തെ വിളിക്കുന്ന ഒരു പേരാ വിശുദ്ധ ദൈവമാതാവ് എന്നുള്ളത്. ഈ ദൈവമാതാവ് എന്നുള്ള പേര് എങ്ങനെയാണ് അവർ അത് എടുക്കുന്നത്? അതുപോലെ തന്നെ അത് ഈ സഹരക്ഷക എന്നുള്ള സ്ഥാനവുമായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ടോ? നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ മറിയയ്ക്ക് ഒരു ദിവ്യത്വം കൊടുക്കുന്ന കാര്യത്തിൽ
ഈ ദൈവമാതാവ് എന്നുള്ള പേര് കൊടുത്തതിനും തീർച്ചയായിട്ടും ഒരു പങ്കുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നാണ് അവരുടെ ഈ മറിയയിലുള്ള അതിരുകടന്ന ആരാധനാ മനോഭാവം ഉണ്ടാക്കാനായിട്ട് ഇടയായത്. അവർ ദൈവമാതാവ് എന്നുള്ള പേര് കൊടുക്കുന്നതിന് ന്യായമായിട്ട് പറയുന്നത് യേശുക്രിസ്തു ദൈവമാണല്ലോ, അപ്പം യേശുക്രിസ്തുവിൻ്റെ മാതാവ് ദൈവമാതാവാകണമല്ലോ, അതാണ് അവരുടെ ലോജിക്ക്. കേട്ടാൽ നമുക്ക് ശരിയായിട്ട് തോന്നും, അങ്ങനെ ആകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ദൈവമാതാവ് എന്നുള്ള പേര് വിളിക്കുക വഴി അവർ മറിയയ്ക്ക് അനിതര സാധാരണമായ പ്രാധാന്യം കൊടുക്കുകയും അണികൾ മറിയയെ ആരാധിക്കാനും മറിയയുടെ പ്രതിമകൾ സ്ഥാപിക്കാനും ഒക്കെ ഇടയായിട്ടുണ്ടെന്നുള്ളതിന് സംശയമില്ല. ഇനിയും ഈ തിയോറ്റോക്കോസ് എന്നുള്ള പേര് കൊടുത്തതിൽ വചനത്തിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അല്പം പോലും അടിസ്ഥാനമില്ല. അതാണ് അതിലെ വളരെ രസകരമായ ഒരു വസ്തുത. വചനത്തിൽ ഉപയോഗിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ അമ്മ, അപ്പം കർത്താവിൻ്റെ അമ്മയെന്നാണ് വിളിക്കുന്നത്, ദൈവത്തിൻ്റെ അമ്മ എന്ന് വിളിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വിളിച്ചതുകൊണ്ട് കുഴപ്പം വല്ലതും ഉണ്ടോ? ബൈബിള് പറയുന്നത് യേശുക്രിസ്തു ദൈവവും മനുഷ്യനുമാണെന്നാണ്. 100% ദൈവവും 100% മനുഷ്യനാണ്. ഇതിലേതെങ്കിലും ഒന്ന് വേർതിരിച്ച് ഒന്നിനു മാത്രം പ്രാധാന്യം കൊടുത്താൽ അത് ദുരുപദേശമാണ്. നമുക്കറിയാം ആര്യനിസവും യഹോവ സാക്ഷികളുടെ ദുരുപദേശവും അതുപോലെ തന്നെ മോഡലിസം പഠിപ്പിക്കുന്നവരുടെ ദുരുപദേശത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ. അവിടെയെല്ലാം ഈ യേശുക്രിസ്തുവിൻ്റെ ഏതെങ്കിലും ഒരു പ്രകൃതിയെക്കുറിച്ച് പ്രാധാന്യം കൊടുക്കുക, ഒന്നുകിൽ മനുഷ്യപ്രകൃതിക്ക് അല്ലെങ്കിൽ ദൈവിക പ്രകൃതിക്ക്. അപ്പം യേശുക്രിസ്തുവിനെ നമ്മൾ വിളിക്കുന്ന കാര്യത്തിലും കുറിച്ച് ചിന്തിക്കുന്ന കാര്യത്തിലുമൊക്കെ യേശുക്രിസ്തുവിൻ്റെ ദൈവിക പ്രകൃതിക്കും മനുഷ്യപ്രകൃതിക്കും ഒരേ പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിനെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന പദം യേശുക്രിസ്തുവിൻ്റെ ദൈവികത്വത്തെയും മനുഷ്യത്വത്തെയും കുറിക്കുന്ന പദങ്ങൾ തന്നെ ആയിരിക്കണം. അതുപോലെ യേശുക്രിസ്തുവിൻ്റെ മാതാവായ മറിയയെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന പദവും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും ഒരുപോലെ പ്രതിനിധീകരിക്കുന്ന പദമായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യേശുക്രിസ്തുവിനെ കർത്താവിൻ്റെ മാതാവെന്ന് ബൈബിളിൽ വിളിച്ചിട്ടുണ്ടെന്ന്. 105 ഭാഗങ്ങളിൽ യേശുക്രിസ്തുവിനെ നേരിട്ട് കർത്താവേ എന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 615ഓളം ഭാഗങ്ങളിൽ യേശുക്രിസ്തു കർത്താവാണ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം യേശുക്രിസ്തുവിനായി ഉപയോഗിക്കുന്ന അഭിസംബോധനാ പദവും യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്ന പദവും കർത്താവെന്നുള്ളതാണെന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ വളരെ പ്രശസ്തമായൊരു ഭാഗമാണ് യേശുക്രിസ്തു കാല് കഴുകുന്ന ഭാഗം. അവിടെ യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കർത്താവെന്നും ഗുരുവെന്നും വിളിക്കുന്നു, നിങ്ങൾ വിളിക്കുന്നത് ശരി എന്ന് പറഞ്ഞാൽ അതാണ് ശരിക്കുള്ള വിളിപ്പേര് എന്ന് യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തു മനുഷ്യനും ദൈവം എന്നുള്ള നിലയിൽ യേശുക്രിസ്തുവിനെ അഭിസംബോധന ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല പേര് കർത്താവേ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മറിയ കർത്താവിൻ്റെ അമ്മയാണ്, ദൈവത്തിൻ്റെ അമ്മയല്ല. മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ അമ്മ അല്ലെങ്കിൽ തിയോറ്റോക്കോസ് എന്ന് വിളിക്കുമ്പം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുക, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ മാത്രം ഊന്നി പറയുന്ന ആളുകളെ കൊല്ലുക വരെ ചെയ്തിട്ടുണ്ട് കത്തോലിക്ക സഭ തന്നെ. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പേര് കത്തോലിക്ക സഭ ഉപയോഗിക്കുന്നത് തെറ്റാണ്, വചനവിരുദ്ധമാണ്. മാത്രമല്ല അവരുടെ കൗൺസിലുകൾ തന്നെ തീരുമാനിച്ച തീരുമാനങ്ങൾക്കെതിരാണ് യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് മാത്രം കണക്കാക്കുന്ന ഒരു പേര് വെച്ച് മറിയയെ അഭിസംബോധന ചെയ്യുന്നത്. മാത്രമല്ല യേശുക്രിസ്തുവിനെ മനുഷ്യനായിട്ട് മാത്രം കരുതുന്ന ആൾക്കാരെ അനേകരെ വധിച്ചിട്ടുണ്ട്. ഈ ഇൻക്വിസിഷൻ്റെ കാലത്തൊക്കെ ഈ 2 കൂട്ടത്തിലുള്ള ആളുകളെയും കത്തോലിക്ക സഭ കൊല ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ തന്നെ സ്റ്റാൻഡിന് വാസ്തവത്തിൽ എതിരാണ് ദൈവമാതാവ് എന്ന് വിളിക്കുന്നത്. ഈ വിഷയവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവമാതാവ് എന്ന് വിളിക്കുന്നത് കൊണ്ട് എന്താ പ്രാധാന്യം എന്ന് ചിന്തിക്കാം. അതിൻ്റെ പ്രാധാന്യം ഈ മറിയയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് മറിയയെ സഹരക്ഷകയായി കാണുന്നതിനും അതുപോലെ നമ്മുടെ മധ്യസ്ഥയായി കാണുന്നതിനുമൊക്കെയുള്ള ഒരു കാരണമാണ് ഈ ദൈവമാതാവ് എന്ന് വിളിക്കുന്നത്. അതിന് വാസ്തവത്തിൽ വചനാനുസരണമായിട്ട് യാതൊരു സാധ്യതയുമില്ല. മാത്രമല്ല കത്തോലിക്ക സഭയുടെ ഉപദേശത്തിനും എതിരാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ആകെപ്പാടെ ഒരു ആശയക്കുഴപ്പമാണ്. ഒരു വശത്ത് യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് മാത്രം കരുതുന്നവരെ കൊല്ലുകയും പീഡിപ്പിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും സുന്നഹദോസ് കൂടി അതിനെതിരെ തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്യുകയും അതേസമയത്ത് മറിയയെ
യേശുക്രിസ്തുവിൻ്റെ അമ്മയെന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ അമ്മയെന്ന് വിളിക്കുക, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ അമ്മയെന്ന് വിളിക്കാതെ ഇരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മറിയാരാധനയിലും അതുപോലുള്ള തെറ്റുകളിലും സഭയെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിന് സംശയമില്ല. അപ്പം നമ്മുടെ പ്രേക്ഷകർക്കൊരു സംശയം തോന്നാൻ സാധ്യതയുള്ളത്, ഈ കർത്താവ് എന്ന് പറയുന്നത് ദൈവം തന്നെയല്ലേ എൻ്റെ ഉദ്ദേശം? കർത്താവിനെ അങ്ങനെയാണല്ലോ പൊതുവെ കർത്താവ് എന്നുള്ളൊരു പദം ഉപയോഗിക്കുന്നത്, അല്ലെ? ദൈവവും കർത്താവ് ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം പറയാം. അതുപോലെ തന്നെ ക്യൂൻ ഓഫ് ഹെവൻ എന്ന് മറിയെ കത്തോലിക്ക സഭ വിശേഷിപ്പിക്കുന്നുണ്ട്, മദർ ഓഫ് ചർച്ച് എന്ന് പറയാറുണ്ട്. ഇത് തമ്മിലൊക്കെയുള്ള വ്യത്യാസങ്ങളോട് പറയാം. പഴയ നിയമത്തിൽ യഹോവയ്ക്ക് യഹോവയെന്നും ദൈവമെന്നും കർത്താവ് എന്നുള്ള പേര് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം യഹോവയെ സൂചിപ്പിക്കുന്ന ഒരു പദം തന്നെയാണ് കർത്താവ് എന്നുള്ളത് ശരിയാണ്. പക്ഷേ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു മനുഷ്യനായി അവതരിച്ച ആ മനുഷ്യനായി തീർന്ന ദൈവത്തെ കർത്താവെന്ന് പ്രത്യേകമായിട്ട് വിളിച്ചിട്ടുണ്ട്. കർത്താവ് തന്നെ പറയുന്നു, അല്ലെ യേശുക്രിസ്തു തന്നെ പറയുന്നു, നിങ്ങളെന്നെ കർത്താവെന്ന് വിളിക്കുന്നത് ശരിയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിനെ വിളിക്കേണ്ടത് കർത്താവെന്ന് തന്നെയാണ്. മാത്രമല്ല അതിനകത്ത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം സൂചിപ്പിക്കപ്പെടുന്നുമുണ്ട്. പക്ഷേ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി ദൈവം അവതരിച്ച് ജീവിച്ചപ്പോൾ ആ ദൈവം തന്നെ, ദൈവമായ മനുഷ്യൻ തന്നെ സ്വയം അറിയപ്പെടാൻ ആഗ്രഹിച്ച കർത്താവെന്ന്. അപ്പം നമ്മൾ യേശുക്രിസ്തുവിനെ കർത്താവെന്ന് വിളിക്കുന്നത് തന്നെയാണ് ശരി. പിന്നെ ചോദിച്ച ഒരു വിഷയം, സ്വർഗത്തിലെ രാജ്ഞി എന്ന് മറിയയെ വിളിക്കുന്നത് ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ വിഷയം തന്നെയാണ്. അതായത് ഈ സഹരക്ഷക അല്ലെങ്കിൽ മാധ്യസ്ഥ എന്ന് പറഞ്ഞേക്കുന്നത് മാത്രമല്ല കത്തോലിക്ക സഭയുടെ ഉപദേശങ്ങളിലെ പ്രശ്നം. ആകാശത്തിലെ അല്ലെങ്കിൽ സ്വർഗത്തിലെ രാജ്ഞി എന്ന് മറിയയെ വിളിച്ചിരിക്കുന്നതും മറിയാരാധനയ്ക്കുള്ള ഒരു കാരണമാണ്. അങ്ങനെയുള്ളൊരു പ്രയോഗം ബൈബിളിലെങ്ങുമില്ല. ബൈബിളിലെങ്ങുമില്ലാത്ത ഒരു പ്രയോഗം എങ്ങനെ ഒരു സഭയ്ക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കും? ഒരിക്കലും സാധിക്കത്തില്ല. മാത്രമല്ല മറിയം മറ്റു മനുഷ്യരെ പോലെ മരിച്ച് മണ്ണടങ്ങി ഇനിയും യേശുക്രിസ്തുവിൻ്റെ വരവിങ്കൽ ഉയർത്തെഴുന്നേറ്റ് രൂപാന്തരപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകേണ്ട ഒരു മഹിളാരത്നമാണ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പം അതിലൊരാൾ മാത്രം സ്വർഗത്തിൽ പോയി സ്വർഗത്തിലെ രാജ്ഞിയായി എന്ന് പഠിപ്പിക്കുന്നത് വചനവിരുദ്ധമാണ്. ബൈബിൾ അങ്ങനെ സമ്മതിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ പ്രയോഗവും തെറ്റാണെന്ന് മാത്രമല്ല, മറിയയ്ക്ക് ഒരു പ്രത്യേക ദിവ്യത്വം നൽകി മറിയയെ ആരാധിക്കാനും മറിയയുടെ പ്രതിമകൾ വെക്കാനും ഒക്കെ അതും കാരണമായിട്ടുണ്ടെന്നുള്ളത് നമ്മൾ വിസ്മരിച്ചുകൂടാ. അതുപോലെ തന്നെ മറ്റൊരു പ്രയോഗമാണ് മറിയയെ സഭയുടെ അമ്മ, സഭയുടെ മാതാവ് എന്നൊക്കെ വിളിക്കുന്നത്. അവിടെ ഭയങ്കര ഒരു വൈരുദ്ധ്യമുണ്ട്, രസകരമായ വൈരുദ്ധ്യമാണ്. ഒരു വശത്ത് മറിയ യേശുക്രിസ്തുവിൻ്റെ അമ്മയാണ്, മറുവശത്ത് യേശുക്രിസ്തുവിൻ്റെ കാന്തയായ സഭയുടെ അമ്മയുമാണ് മറിയ. അതിനകത്തെ രസകരമായ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു വശത്ത് യേശുക്രിസ്തുവിൻ്റെ അമ്മയാണ്, മറുവശത്ത് യേശുക്രിസ്തുവിൻ്റെ അമ്മായിയമ്മയാണ്. എത്രയോ യുക്തിരഹിതമാണെന്ന് ആലോചിച്ച് നോക്കി. മറിയയുടെ അമ്മയുമാണ്, യേശുക്രിസ്തുവിൻ്റെ കാന്തയായ സഭയുടെ അമ്മയുമാണ്. വാസ്തവത്തിൽ ഇതിനൊന്നും വചനത്തിൽ യാതൊരു സാധ്യതയും ഉള്ളതല്ല. സഭയ്ക്ക് അങ്ങനെ ഒരു അമ്മയുള്ളതായിട്ട് ബൈബിളിലെങ്ങും പറയുന്നില്ല. സഭയ്ക്കൊരു കാന്തനാണുള്ളത്. സഭ വീണ്ടെടുക്കപ്പെട്ടവളാണ്. പാപികളായ മനുഷ്യരെ പാപമോചനം നൽകി, യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ പാപമോചനം നൽകി അങ്ങനെ അഡോപ്റ്റഡായിട്ടുള്ള ഒരു ആളാണ് ഒരു വിശ്വാസി. അങ്ങനെയുള്ള വിശ്വാസികളുടെ കൂട്ടമാണ് സഭ. ആ സഭയ്ക്കൊരു മാതാവുള്ളതായിട്ട് ബൈബിളിലെങ്ങും പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നതുകൊണ്ടുള്ള അപകടമാണ് പലയിടത്തും മറിയയുടെ രൂപമൊക്കെ വെച്ച് ആരാധന നടത്തുന്നതും മെഴുകുതിരി കത്തിക്കുന്നതും പല ലിറ്റർജികളിലുമൊക്കെ ആ പേരുകളൊക്കെ വന്നിരിക്കുന്നത് ഇതുകൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സഹരക്ഷക എന്നുള്ളത് മാറ്റിയത് കൊണ്ടോ അല്ലെങ്കിൽ മധ്യസ്ഥ എന്നുള്ള സ്ഥാനം മാറ്റിയത് കൊണ്ടോ മറിയയ്ക്ക് സഭയും വിശ്വാസികളും കൊടുക്കുന്ന പ്രാധാന്യം കുറയാനായിട്ട് പോകുന്നില്ല എന്നാണ്. ഈ അടുത്തിടയ്ക്ക് ഒരു വീഡിയോ, ഒരു അച്ഛൻ്റെ വീഡിയോ കാണുവാനായിട്ട് ഇടയായി തീർന്നു. അതിനകത്ത് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നുള്ള ഹെയിൽ മേരി എന്നുള്ള ആ ഒരു അതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ, ആ പ്രാർത്ഥനയെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്നത് അതൊരു ഏഞ്ചലിക് സല്യൂട്ടേഷനായിട്ടാണ് അവരത് പറയുന്നത്. അതുപോലെ എലിസബത്ത്, മറിയയുടെ കസിനായ എലിസബത്ത് പറയുന്നതിനെ ഇവാഞ്ചലിസ്റ്റിക് സല്യൂട്ടേഷൻ എന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്.
ഏതച്ഛനാ പറയുന്നതെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പം അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ശരിയാണ്. ഈ ഹെയിൽ മേരി ഹെയിൽ എന്നുള്ള ആ പ്രെയർ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ മറിയയോട് ദൂതൻ പറയുന്ന ഭാഗത്തിൻ്റെയും അതുപോലെ തന്നെ 2-ാം അധ്യായത്തിൽ എലിസബത്ത് മറിയയെ അഭിസംബോധന ചെയ്യുമ്പം പറയുന്ന ഭാഗത്തിൻ്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് അതിൻ്റെ 1-ാം ഭാഗം. 2-ാം ഭാഗത്തിന് വാസ്തവത്തിൽ ഒരടിസ്ഥാനവുമില്ല. അവിടെ ദൈവത്തിൻ്റെ മാതാവേ എന്നുള്ള അഭിസംബോധനയും അതുപോലെ പാപികളായിട്ടുള്ള ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള അഭിസംബോധനകളും ഒക്കെ കാണുന്നുണ്ട്. അതൊക്കെ സമ്പൂർണ്ണമായിട്ടും വചനവിരുദ്ധമാണ്. പാപികൾക്ക് വേണ്ടി മറിയ രക്ഷകയായിട്ടും അല്ലെങ്കിൽ മധ്യസ്ഥയായിട്ടും പ്രാർത്ഥിക്കാനൊന്നും ബൈബിൾ പറയുന്നില്ല. അതിപ്പം കത്തോലിക്ക സഭ തന്നെ കറക്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ആ പ്രെയർ വചനവിരുദ്ധമാണെന്നുള്ളത് ക്ലിയറാണ്. കത്തോലിക്ക സഭ തന്നെ അംഗീകരിച്ചുകൊണ്ട് ഒരു കത്തോലിക്കനും അതിനെതിരെ പറയാനായിട്ട് അവകാശമില്ല. ഇനിയും ആദ്യത്തെ പാർട്ടിനെക്കുറിച്ചോ ശരിയാണ്, അവിടെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സന്ദർഭം എപ്പോഴാണ്? മേരി ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മറിയ ജീവിച്ചിരിക്കുന്ന കാലത്ത് മറിയയെ നേരിട്ട് കാണുമ്പോൾ മറിയയോട് പറയുന്നതാണ്. ഇന്ന് മറിയ മരിച്ച് സ്വസ്ഥതയിൽ വിശ്രമിക്കുക. ഇന്ന് മറിയ നമ്മുടെ മുന്നിലില്ല. ഇന്ന് മറിയ നമ്മുടെ മുന്നിൽ വരികയാണെങ്കിൽ യെസ് പറയാം. ഇപ്പം ഞാൻ ബ്രൗണിനെ കാണുമ്പം ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ബ്രൗൺ എന്നെ കാണുമ്പം ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് ബ്രൗണ് ഇടയ്ക്കിടയ്ക്ക് ജെയിംസ് സാറേ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ അത് ഭോഷത്വമാണ്. അപ്പം മറിയ ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കാത്ത കാലത്ത് മറിയയെ നേരിട്ട് ദൂതനോ അല്ലെങ്കിൽ എലിസബത്തോ അഭിസംബോധന ചെയ്ത രീതിയിൽ ഇന്ന് അഭിസംബോധന ചെയ്യുന്നതിൽ വാസ്തവത്തിൽ യാതൊരു അർത്ഥവുമില്ല. മാത്രമല്ല, ഈ പ്രെയർ കൊണ്ടൊക്കെ സാധാരണ ഒരു കത്തോലിക്ക വിശ്വാസി എന്താ ചിന്തിക്കുന്നത്? മറിയേ ഹെയിൽ മേരി എന്നൊക്കെ പറയുന്നു. അതുപോലെ സുസ്തി എന്നവർ പറയുന്ന സ്തുതിയുടെ പദമാണല്ലോ. ബൈബിള് വ്യക്തമായിട്ട് ദൈവത്തെ മാത്രമേ നമസ്കരിച്ച് ആരാധിക്കാവൂ എന്ന് പറയുന്നുണ്ട്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 4:10 അത് വായിക്കുന്നുണ്ട്. ആരാധന ദൈവത്തിന് മാത്രമേ പാടുള്ളൂ. വേറെ ആരെ ആരാധിച്ചാലും അത് വിഗ്രഹാരാധനയാണ്. അപ്പോൾ ഈ സ്തുതി എന്ന് പറഞ്ഞ് മറിയയെ മൺമറഞ്ഞ മറിയയെ ആരാധിക്കുമ്പോൾ നമ്മൾ വിഗ്രഹാരാധന തന്നെയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് ഈ സ്തുതി എന്നുള്ള പദം നമ്മൾ എബ്രായ ലേഖനം 13:15 കാണുന്നുണ്ട്. കർത്താവിനെ പട്ടണത്തിന് പുറത്തു വന്ന് കർത്താവിനെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് ആരാധിക്കാനായിട്ടാണ് നമുക്കുള്ള കൽപ്പന. അതുമാത്രമേ നമുക്ക് അവകാശമുള്ളൂ. അപ്പം ആ കാര്യം, സ്തുതിക്കുന്ന കാര്യം വേറൊരാൾക്ക് അർപ്പിക്കുന്നത് ശരിയല്ല. അപ്പം മറിയയോട് ബ്ലെസ്ഡ് ആണെന്ന് പറഞ്ഞത് ആ ബ്ലെസ്ഡ് ആണെന്നുള്ള അർത്ഥത്തില്ല, അല്ലാതെ നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു ആരാധിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. കാരണം മറ്റൊന്നിനെ ആരാധിക്കാൻ പാടില്ല എന്നുള്ള കൽപ്പന ദൈവം തന്നെ കൊടുത്തതാണ്. അത് 1-ാമത്തെയും 2-ാമത്തെയും 10 കൽപ്പനയിലെ 1-ാമത്തെയും 2-ാമത്തെയും കൽപ്പനകളാണ്. അത് ഒരു ദൂതൻ ലംഘിക്കുമെന്നോ അല്ലെങ്കിൽ എലിസബത്തിനെ പോലെ ഭക്തയായ ഒരു സ്ത്രീ അതിനെ ലംഘിക്കുമെന്നോ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ അവിടെ ആ പദത്തിന് ഉള്ള അർത്ഥം അനുഗ്രഹിക്കപ്പെട്ടവളെന്ന് തന്നെയാണ്, അല്ലാതെ സ്തുതിക്കപ്പെടേണ്ടവൾ എന്നുള്ള അർത്ഥമല്ല അവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഹെയിൽ മേരി ഹെയിൽ എന്നുള്ള പാട്ടും വാസ്തവത്തിൽ വചനത്തിൽ ഇല്ല. ഇതിനെല്ലാം വാസ്തവത്തിൽ ഒരു കാരണമെന്ന് പറയുന്നത് ഈ സഭയ്ക്കുള്ള അപ്രമാദിത്വവും പോപ്പിനുള്ള അപ്രമാദിത്വം ഒക്കെയാണ്. അതായത് പേപ്പൽ ഇൻഫാലിബിലിറ്റി എന്നൊരു ഡോക്ടറിൻ ഇവർക്കുണ്ട്. അത് ശരിക്കും ഫസ്റ്റ് വത്തിക്കാൻ കൗൺസിൽ 1870 ഒരു തിട്ടൂരമായിട്ട് തന്നെ പുറപ്പെടുവിച്ച ഒരു കാര്യമാണ്. പോപ്പിന് പ്രത്യേകിച്ച് പത്രോസിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ പുറപ്പെടുവിക്കുന്ന പോപ്പിൻ്റെ ഉത്തരവുകൾക്കൊക്കെ ദൈവവചനത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ള പഠിപ്പിക്കൽ അതിന് യാതൊരു സാങ്കത്യവുമില്ല. ശരിയാ, ഈ ക്യൂൻ ഓഫ് ഹെവൻ അല്ലെങ്കിൽ സ്വർഗത്തിലെ രാജ്ഞിയാണ്, മദർ ഓഫ് ചർച്ച്, സഭയുടെ മാതാവാണ്, സഹരക്ഷക, അതുപോലെ മാധ്യസ്ഥ, ഇങ്ങനെയുള്ളതൊക്കെ ഫോർമലായിട്ട് പ്രഖ്യാപനങ്ങളായിട്ട് ഇല്ല. പക്ഷേ അനേക പോപ്പുമാർ ഈ പ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ മേരിയെ മാതാവെന്ന് വിളിക്കുന്നതും സഭയുടെ മാതാവെന്ന് വിളിക്കുന്നതും അതുപോലെ സ്വർഗത്തിൻ്റെ രാജ്ഞി എന്ന് വിളിക്കുന്നതും ഒക്കെ അവരുടെ ലിറ്റർജിക്കൽ ടൈറ്റിലിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവർ തന്നെ പുറപ്പെടുവിക്കുന്ന ലിറ്റർജിയിൽ, അവരുടെ ആരാധനാക്രമത്തിൽ അത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ സ്വർഗീയ രാജ്ഞി എന്ന് വിളിക്കുന്നത് എൻസൈക്ലിക്കൽ ടീച്ചിങ്ങിൽ 1954 പ്രൊഡ്യൂസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇതൊക്കെ ഒരുപക്ഷെ ചിലതൊക്കെ
ശരിക്കും പ്രഖ്യാപനങ്ങളായിട്ട് വന്നിട്ടില്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കാം. പക്ഷെ അതൊരിക്കലും സാധിക്കത്തില്ല. കാരണം അവരുടെ ലിറ്റർജിയിലൊക്കെ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. അനേക സ്റ്റാച്യൂകളൊക്കെ മേരിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല അവരുടെ പല ആരാധനാക്രമങ്ങളിലും ഇതൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ദൈവമാതാവും മറിയയുടെ അമലോത്ഭവത്വവും അതുപോലെ നിത്യമായ വിർജിനിറ്റിയും അതുപോലെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളതൊക്കെ വാസ്തവത്തിൽ ഇവർ അവരുടെ ഉത്തരവുകളായിട്ട് തന്നെ പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ ചിന്തിച്ച പോലെ ഇതെല്ലാം ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. മറിയയുടെ സ്റ്റാച്യു വെക്കുന്നതിനെ ഒന്ന് ആലോചിച്ച് നോക്കി. സെപ്റ്റുവാജിൻ്റെ പുസ്തകങ്ങളെയൊക്കെ ഇവർ ഔദ്യോഗികമായിട്ട് ഒതൻറ്റിക്കായിട്ട് അംഗീകരിക്കുന്നുണ്ട്. അതിലും അപ്പുറമായിട്ട് ലാറ്റിൻ വൾഗേറ്റ്, ജെറോമിൻ്റെ ലാറ്റിൻ വൾഗേറ്റിൻ്റെ പുസ്തകത്തെ ഇവർ ഒരു ഔദ്യോഗിക പുസ്തകമായിട്ട് തന്നെ അംഗീകരിച്ച് പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട്. അപ്പോൾ സഭയെ സംബന്ധിച്ച് അതിലുള്ള ഒന്നിനും എതിരെ അവർക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല. ഈ വൾഗേറ്റിൽ സ്റ്റാച്യു ഉണ്ടാക്കരുതെന്നുള്ള കമാൻഡ്മെൻറ്റ് തന്നെയുണ്ട്. ആവർത്തന പുസ്തകം 16:22 ഒരു ഉദാഹരണം. ഒരു സ്റ്റാച്യു ഉണ്ടാക്കരുത്, ഒരു പ്രതിമയും ഉണ്ടാക്കരുത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കത്തോലിക്ക സഹോദരന് അവരുടെ പള്ളിയിലോ അല്ലെങ്കിൽ കപ്പോളകളിലോ ഒരു പ്രതിമയുണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് ലാറ്റിൻ വൾഗേറ്റിൽ നേരിട്ട് പറഞ്ഞിരിക്കുന്ന, അത് ഹീബ്രുവിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ലാറ്റിൻ വൾഗേറ്റ് കൃത്യമായിട്ട് ഞങ്ങൾക്ക് ബാധകമാണ്, ആധികാരികമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള കത്തോലിക്ക സഭയിലെ ഭക്തന്മാർ തന്നെ കർത്താവിൻ്റെയോ മേരിയുടെയോ മറിയയുടെയോ വിശുദ്ധന്മാരുടെയോ ആരുടെയും പ്രതിമയുണ്ടാക്കരുത് എന്നുള്ള കൽപ്പന അവർ തന്നെ അംഗീകരിച്ചിരിക്കുന്ന, അവരുടെ പേപ്പൽ ഡിക്രി വഴി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വൾഗേറ്റിലുള്ള ആ ബൈബിളിൽ നേരിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ബൈബിളുകളിലും ഉണ്ട്. പക്ഷേ അത് സ്റ്റാച്യുവാസ് എന്നുള്ള ലത്തീൻ പദം വഴി നേരിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഞാനീ പറഞ്ഞു വരുന്നത്, അടിമുടി മറിയയെ ഒരു ദൈവമാക്കി മറിയയെ ആരാധിക്കാനുള്ളൊരു വ്യവസ്ഥിതി കത്തോലിക്ക സഭയിലെ അനേക പ്രമാണങ്ങളിൽ വന്നു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മറിയയെ ആരാധിക്കാനും മറിയയുടെ പ്രതിമ വയ്ക്കുവാനും അങ്ങനെ ഒരു വിഗ്രഹാരാധികളുടെ സമൂഹമായിട്ടും കത്തോലിക്ക സഭ മാറാനായിട്ട് ഇടയായത്. എന്നാൽ ഇപ്പോഴത്തെ പോപ്പെടുത്ത സ്റ്റെപ്പിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്, കത്തോലിക്ക സഭയെ അഭിനന്ദിക്കുകയാണ്. ഒരു വലിയ ചുവടുവയ്പ്പാണ് അവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ടാകുന്നില്ല. ഈ സഭയിലുള്ള അംഗങ്ങൾ വിഗ്രഹാരാധനയിൽ നിന്നും ബൈബിൾ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ നമ്മൾ ഈ ചർച്ച ചെയ്ത എല്ലാ വിഷയങ്ങളിലും അവർ ഒരു പുനഃപരിശോധന നടത്തി ദൈവവചന വിരുദ്ധമായ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ പുതിയ തീരുമാനങ്ങളെടുത്ത് അത് പ്രഖ്യാപനങ്ങളായിട്ട് പുറപ്പെടുവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അതിനായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ബൈബിളിൽ മറിയയ്ക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിലൊക്കെ ഭാഗ്യവതി, കൃപ ലഭിച്ചവൾ എന്നൊക്കെ ദൈവം രേഖപ്പെടുത്തിയിരിക്കുകയാണ് വിശുദ്ധ ബൈബിളിൽ. തീർച്ചയായിട്ടും. അപ്പോൾ മറിയയുടേതായിട്ടുള്ള പ്രാധാന്യം ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും അങ്ങനെ പറയാനായിട്ട് സാധിക്കത്തില്ല. മറിയയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. മറിയയുടെ പ്രത്യേക സ്ഥാനമെന്ന് പറയുന്നത് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള അത്രയുമാണ്. അതിനപ്പുറമായിട്ട് പറയാൻ ആർക്കും അവകാശമില്ല. മറിയയെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മറിയയുടെ ഏറ്റവും ഉത്കൃഷ്ടത എന്ന് പറയുന്നത്, ഒരു കന്യകയായിരിക്കുന്ന തന്നോട് ദൈവദൂതൻ വന്ന് പറയുകയാണ്, നീ ഗർഭം ധരിച്ച് ഒരു ശിശുവിനെ പ്രസവിക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയുന്നത് എത്ര വലിയൊരു റിസ്ക് എടുത്തുകൊണ്ടാണ്, ഒരു വലിയ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ്. ഒരു കന്യകയായ സ്ത്രീ പ്രസവിച്ചാൽ സമൂഹം അവരെ തീർച്ചയായിട്ടും കുറ്റപ്പെടുത്തും, അവരെ ഒരു ദുഷിച്ച സ്ത്രീയായിട്ട് ചിത്രീകരിക്കപ്പെടും. എന്നാലും വേണ്ടില്ല, ദൈവത്തിൻ്റെ ഹിതം അങ്ങനെയാണെങ്കിൽ എനിക്ക് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ ഒരു മഹിളാ രത്നമാണ് വാസ്തവത്തിൽ മറിയ. മാത്രമല്ല മറിയ ആ ദൂതനോട് പറയുന്ന ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്, എൻ്റെ രക്ഷകൻ എന്നുള്ള പ്രയോഗം യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം താൻ ഒരു പാപിയാണെന്ന് മറിയയ്ക്ക് നല്ല ബോധമുണ്ടായിരുന്നു. തനിക്കും ഒരു രക്ഷകൻ ആവശ്യമാണ്. ആ രക്ഷകനാണ് തന്നിലൂടെ ഉദിക്കുന്നതെങ്കിൽ തനിക്കത് സന്തോഷമാണ് എന്ന് മറിയ വളരെ വിശ്വാസത്തോടുകൂടിയും അതേസമയം തന്നെ വചനത്തിലെ മശിഹയെ സംബന്ധിച്ച പ്രവചനങ്ങളെക്കുറിച്ചുള്ള അവബോധത്തോടുകൂടെയും പ്രതികരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം മറിയയുടെ വിശ്വാസവും മറിയയുടെ ദൈവത്തോടുള്ള അനുസരണവും ഒക്കെ വളരെ മാതൃകായോഗ്യം തന്നെയാണ്. നമ്മുടെ ഓഡിയൻസിന് വളരെ അറിയാൻ ആഗ്രഹമുള്ള ഉത്തരങ്ങളും
ആശയങ്ങളുമാണ് താങ്കളിൽ നിന്ന് ലഭിച്ചത്. ഇത്രയും തിരക്കിനിടയിലും ഞങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിച്ചതിനെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഞാനും ഈ ചർച്ച ആസ്വദിച്ചു. നമ്മുടെ കേൾവിക്കാർക്ക് അത്യാവശ്യമായ ചില വിവരങ്ങൾ നമുക്ക് പരസ്പരം ചർച്ച ചെയ്യാൻ കഴിഞ്ഞല്ലോ. ദൈവത്തിന് നന്ദി. വിശുദ്ധ ബൈബിൾ പറയുന്നു, മറ്റൊരുത്തിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. ലോകരക്ഷകനായ കർത്താവായ യേശുക്രിസ്തു, ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിങ്ങൾക്കും രക്ഷ നേടുവാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഇന്നത്തെ ഈ ചർച്ച നിങ്ങളെ സഹായിക്കട്ടെ. ഈ വിധത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങൾ, ഇത് സംബന്ധമായ നിങ്ങളുടെ ചോദ്യങ്ങൾ ഞങ്ങളെ അറിയിക്കുവാൻ താഴെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടുക. മാത്രമല്ല, കമൻസിലൂടെയും നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ ഉത്തരം തരുവാൻ ശ്രമിക്കുന്നതായിരിക്കും. ലൈഫ് ഫോക്കസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ വിനീതമായ നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾ കാണുവാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.